ഹരിതം സുന്ദരത്തിൻ്റെ പുതുകാഴ്ചകളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കർത്താവിൻ്റെ മധ്യസ്ഥനായ വൈദികൻ സർവ്വ സൗന്ദര്യമുള്ള ഒരു ജൈവ പ്രപഞ്ചത്തിൻ്റെ നായകനാവുക എന്നത് അത്യപൂർവ സൗഭാഗ്യമാണ്. കൊല്ലം രൂപതയുടെ പന്നക്കൽ തുരുത്ത് ചാപ്പൽ ശ്രേയസിൻ്റെ ഡയറക്ടർ കൂടിയായ ഫാദർ ജോർജ് റൊബേറോ അത്തരത്തിലുള്ള ഒരാളാണ്. പറവകളും ജീവജാലങ്ങളും വിശുദ്ധ വിളകളും നിറഞ്ഞ ഈ സ്വർഗീയ സുന്ദര ഭൂമിയിലേക്ക് ഒരു യാത്ര പോകാം. ഹരിതസുന്ദരം കാണുക. അഷ്ടമുടിക്കായൽ മലനാടിനെ പാലൂട്ടുവാൻ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സൗന്ദര്യലാവണം. 1000 ജീവിതങ്ങൾക്ക് ഇന്നും അന്നവും ആശ്രയവും അഷ്ടമുടിക്കായൽ തന്നെ. അഷ്ടമുടിക്കായലിൻ്റെ കൊല്ലം പന്നക്കൽ തുരുത്ത് ഒരു സുന്ദര സുരഭില ഭൂമികയാണ്. കായലിൻ്റെയും അറബിക്കടലിൻ്റെയും കാറ്റ് തഴുകിയുറങ്ങുന്ന തീരപ്രദേശം. ഇവിടെയാണ് ശ്രേയസ് ലോകമാകെ കീർത്തി നേടാൻ ദൈവം കനിഞ്ഞനുഗ്രഹിച്ച തീരം. ശ്രേയസിന്റെ വിജയത്തിന് പിന്നിൽ കൊല്ലം രൂപതയുടെ കീഴിലുള്ള സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടേതാണ് ശ്രേയസ് എന്ന ഈ സുന്ദരഭൂമിയ. ശ്രേയസിന് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. കൊല്ലം ബിഷപ്പായിരുന്ന ഡോക്ടർ ജെറോം ഫെർണാണ്ടസ് 1943 വാങ്ങിയ 22 ഏക്കർ സ്ഥലമാണ് ശ്രേയസിന്റെ സ്വത്ത്. പൈക്കളും പറവകളും ചെറു സസ്യങ്ങളും പച്ചക്കറികളുമൊക്കെ നിറഞ്ഞു പരിലസിക്കുന്ന പ്രകൃതിയുടെ ഈ പരിമളത്തിനു പിന്നിൽ ഫാദർ ജോർജ് റിബേറോ എന്ന വൈദികനുണ്ട്. കർത്താവിന്റെ കുഞ്ഞാടുകൾക്ക് എന്നും തുണയാണെങ്കിലും കരുത്തോടെ ഭൂമിയിൽ പതിയുന്ന ഈ കാലുകൾ ഒരു കർഷകന്റേതു കൂടിയാണ് എന്ന് തെളിയിക്കുകയാണ് ഫാദർ. ശ്രേയസിനെ ഒരു ഒന്നാന്തരം കൃഷിഭൂമിയാക്കിയെടുക്കുന്നതിൽ ഫാദർ റിബേറോയ്ക്ക് നല്ല പങ്കുണ്ട്. അഷ്ടമുടിക്കായലിന്റെ ഓരത്തോട് ചേർന്ന് നല്ല ഒരു മത്സ്യഫാം, കായലിലേക്ക് തൂമ്പുകളിലൂടെ എത്തിച്ചേരുന്ന വിശാലമായ ചിറ, അവിടെ കരിമീനും ആഫ്രിക്കൻ മത്സ്യമായ തിലോപ്പിയയുമൊക്കെ കൂടുകളിൽ വിളഞ്ഞു നിറയുന്നു. മറ്റൊരിടത്ത് കുട്ടനാടൻ താറാവുകൾക്കായുള്ള പ്രത്യേക കൂടാരങ്ങൾ, ചിറയ്ക്ക് ഇരുവശവുമായി നിറഞ്ഞു നിൽക്കുന്ന കൽപ്പവൃക്ഷങ്ങൾ, കായലിലെ ഉപ്പുവെള്ളം മുകളിൽ കയറ്റിക്കൊണ്ടുപോയി അവിടെ നിന്നും മധുരനീര് ഉൽപ്പാദിപ്പിക്കുന്ന വികസന മന്ത്രം. മറ്റൊരിടത്ത് കുട്ടനാടൻ താറാവുകൾ, വിയറ്റ്നാം പറവകൾ, നാടൻ കോഴികൾ, ടർക്കികൾ, മുയൽക്കുട്ടന്മാർ, പൈക്കൾ എന്നിങ്ങനെ ജൈവ പ്രപഞ്ചത്തിന്റെ പരിച്ഛേദം. ശ്രേയസിൽ ഇല്ലാത്തതൊന്നുമില്ല. കായൽ തീരത്ത് മേഞ്ഞു നടക്കുന്ന കുതിരകൾ അച്ഛന് സവാരിക്ക് കൂട്ടാണ്. കടിഞ്ഞാണില്ലാത്ത ഇച്ഛാശക്തി തന്നെയാണ് ഈ വിജയങ്ങളുടെ പിന്നിലെന്ന് ഫാദർ റിബേറോ പറയും. 3 വശങ്ങളിലും അഷ്ടമുടിക്കായലിൻ്റെ ചിറ്റോളങ്ങൾ തട്ടി സൗന്ദര്യപൂർണ്ണമായ ഒരു സ്ഥലമായിട്ടാണ് നമുക്കിതിനെ കാണാനായിട്ട് കഴിയുക. വൃക്ഷലതാദികൾ, പക്ഷിമൃഗാദികൾ ഇവയെല്ലാം ഒത്തുചേരുന്ന
എല്ലാം സംഗമിക്കുന്ന ഒരു പുണ്യഭൂമിയായിട്ടാണ് ഞാനിതിനെ കാണുക. മറ്റ് ഫലവൃക്ഷങ്ങളൊക്കെ മാവുണ്ട്, പ്ലാവുണ്ട്, പപ്പായ ഉണ്ട്, റെഡ് ലേഡി പപ്പായ ഉണ്ട്, പച്ചക്കറികളുണ്ട്. അവയൊക്കെ തുലനം ചെയ്യുമ്പോഴത്തേക്കും ഈ കൽപ്പവൃക്ഷത്തിൽ നിന്നും ഈ നീര എന്ന പ്രോഡക്റ്റ് വന്നതോടുകൂടിയാണ് മറ്റതിനെ കൂടെ സസ്റ്റെയിൻ ചെയ്യാനായിട്ടുള്ള രീതിയിൽ ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടുക. സ്വർഗീയ സുന്ദര ഭൂമിയെ ശ്രേയസ്സിലെ സൗന്ദര്യ കാഴ്ചകൾ എളുപ്പം തീരുന്നതല്ല. പൂവാലിയും പുഴയും പാടവും പൈക്കളുമൊക്കെയായി നീളുന്ന ആ സൗന്ദര്യ കാഴ്ചകൾ കാണാൻ കുറഞ്ഞത് ഒരു ഇരുചക്ര വാഹനമെങ്കിലും വേണ്ടതും. ഒരിഞ്ച് സ്ഥലം പോലും ശ്രേയസിൽ പാഴാക്കി കളയാനില്ല. എല്ലായിടത്തും എന്തെങ്കിലും വിളകൾ, അതുമല്ലെങ്കിൽ എന്തെങ്കിലും രൂപങ്ങൾ, എല്ലാത്തിലും എന്തിൻ്റെയെങ്കിലും സന്ദേശം. ലോകമായ ലോകമെല്ലാം ഓടി നടന്ന് ഒടുവിൽ കൂടണയാനായി വരുന്നവർക്ക് എന്തെങ്കിലും തൃപ്തി നൽകുക, അതുതന്നെ ശ്രേയസ് ലക്ഷ്യമിടുന്നത്. ശ്രേയസിലെത്തുന്നവരെ ആദ്യം വരവേൽക്കുന്നത് കായലിനോട് ചേർന്ന് വിശാലമായി കെട്ടിയൊരുക്കിയ ചിറ തന്നെയാണ്. 24 അടി വീതിയിൽ കണ്ണത്താ ദൂരത്തോളം നീളുന്ന ചിറയിൽ മീൻകൂടുകളുണ്ട്. കേജ് കൾച്ചർ അഥവാ കൂട് കൃഷിക്ക് അനുയോജ്യമായ കൂടുകൾ, PVC പൈപ്പുകളും ഇരട്ട നൈലോൺ വലകളും, അവയ്ക്കുള്ളിൽ ഭദ്രമായി വാഴുന്ന കരിമീനുകൾ. മറ്റ് കൂടുകളിൽ തിലാപ്പിയ. അഷ്ടമുടിക്കായലിൽ തുഴയെറിഞ്ഞ് വലവീശുന്ന മത്സ്യബന്ധനക്കാരോടാണ് അച്ഛന് കടപ്പാട്. അവരിൽ നിന്നും ചെറു കരിമീൻ കുഞ്ഞുങ്ങളെ വാങ്ങി കൂടുകളിൽ നിക്ഷേപിക്കും. പിന്നെ അച്ഛൻ്റെ വക തീറ്റ, അതും പ്രത്യേക മൺചട്ടികളിൽ കെട്ടിയിറക്കി സുരക്ഷിതമാക്കി. തീറ്റയാണെങ്കിലും അത് വെള്ളത്തിലെറിഞ്ഞ് പാഴാക്കി കളയരുത്. മത്സ്യങ്ങൾ യഥാസമയം വന്ന് തിന്നുകൊള്ളും. ഫലമോ 6-ാം മാസം തന്നെ കരിമീനുകൾ 300 ഗ്രാമിന് മുകളിലെത്തും. തിലാപ്പിയാകട്ടെ മുട്ടയിട്ട് പെരുകുന്ന മീനാണ്. ഒരു സമയം 3000 മുതൽ 6000 വരെ മുട്ടകൾ നിക്ഷേപിച്ച് പെട്ടെന്ന് ജലത്തിൽ വിളഞ്ഞു പെരുകുവാൻ തിലാപ്പിയയ്ക്കാവും. അതുകൊണ്ട് തന്നെ കൂടിന് പുറത്തും തിലാപ്പിയ കൃഷിയുണ്ട്. ഏതു സമയവും ഒരു കൊയ്ത്തിന് ചിറ തയ്യാറാണ്. കായലിലെ ലവണാംശമുള്ള ജലം കൂടിയാവുമ്പോൾ മീൻപലപ്പ് തകൃതിയാണ്. ചെറുവലവീശി നിലത്തോട് നിലം മുട്ടിച്ച് ചിറയിലൂടെ നടന്നു നീങ്ങിയാൽ കണ്ണുമടച്ച് മീൻകൊയ്ത്ത് നടത്താം. അത്രയ്ക്കുണ്ട് മീൻ സമൃദ്ധി. എന്തെങ്കിലും ഏതെങ്കിലും എവിടെയെങ്കിലും കൊത്താതിരിക്കില്ല. വൈകുന്നേരങ്ങളിൽ ഇതൊരു കാഴ്ച തന്നെയാണ്. ചെറുകലങ്ങളിൽ തിലാപ്പിയ കൊയ്ത്ത് കാണേണ്ടത് തന്നെ. മുള്ളുവലയിൽ കൊരുക്കുന്ന തിലാപ്പിയ നേരെ കലത്തിലേക്കെത്തും. വൈകുന്നേരം എത്തുന്ന അതിഥികൾക്ക് ഒരു മീൻ വിപണി ഇവിടെ എപ്പോഴും സജീവം. പൈക്കളും കുതിരകളുമൊക്കെ മേയുന്ന ഈ സുന്ദര സുരഭില ഭൂമികയിൽ എവിടെയും ഹരിതമാണ്. ആ ഹരിത സൗന്ദര്യം അച്ഛൻ്റെ വാക്കുകളിലുമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി, അതായത് ഒരു 10ാം ക്ലാസ് എത്തുന്നതിന് മുമ്പ് തന്നെ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്സും അത് കഴിഞ്ഞിട്ടുള്ളവർക്കും പ്രകൃതിയുമായിട്ട് നഷ്ടപ്പെട്ടു പോയ ബന്ധം തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇവിടെ ട്രെയിനിങ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ചകൾ വൈകുന്നേരങ്ങളിൽ കുട്ടികൾ വരാറുണ്ട്. വന്ന് ഞായറാഴ്ച വൈകുന്നേരം വരെ അവർക്ക് ട്രെയിനിങ്. അപ്പോൾ ഭൂമിയുമായിട്ട് തിരിച്ച് ഉള്ളൊരു നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുക, മണ്ണിനെ സ്നേഹിക്കാനായിട്ട് പഠിക്കുക, മണ്ണിനെ അതിൻ്റെ ജൈവ വൈവിധ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. കഴിവതും ഈ ഒന്നും ഉപയോഗിക്കാതിരിക്കുക, കെമിക്കൽസ് ഉപയോഗിക്കാതിരിക്കുക, ജൈവ വളങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ ആരോഗ്യപൂർണ്ണമായ ഒരു ഭാവി സ്വപ്നം കാണുക പിള്ളേർ കുട്ടികളിലേക്ക്. അടുത്ത തലമുറയ്ക്ക് ഇത് അന്യം നിന്ന് പോകരുത്. ഇങ്ങനെയുള്ളൊരു ഭൂമി അല്ലെങ്കിൽ നമുക്ക് ഒരു 1950 ശേഷമാണ് ഇതെല്ലാം ഈ കൃഷി ഇങ്ങനെ വേറിട്ട രീതിയിലോട്ട് മാറിപ്പോയത്. ഇനി ഒരു 2030 കഴിയുമ്പോഴത്തേക്ക് ഭൂമി നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വിഷലിപ്തമാവും. അതിൽ നിന്നും തിരിച്ച് ആളുകളെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിത്. ഇതെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. എല്ലാവരും ഒരു കുടക്കീഴിൽ തന്നെ വേണം. മനുഷ്യന് ഉന്നതമായൊരു സ്ഥാനമോ മൃഗങ്ങൾക്ക് കുറഞ്ഞൊരു സ്ഥാനമോ അല്ലെങ്കിൽ ഈ വൃക്ഷങ്ങൾക്ക് വേറൊരു സ്ഥാനമോ അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം ഒത്തിണങ്ങിയ ഒന്നാണ്. ഏറെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പഞ്ചഭൂതങ്ങളിൽ നിന്ന് തന്നെ ഉടലെടുക്കുന്നത്.
പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നു, പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ മടങ്ങുന്നു. അതിനെല്ലാം കാത്തു പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നൊരു ദൈവമുണ്ട്. ആ ദൈവമാണ് ആ കുടക്കീഴിൽ എല്ലാവരും സുലഭമായിട്ട് കഴിയണം എന്നുള്ളതാണ്. കായലോരത്തെ ഹരിതഭൂമിയിൽ അച്ഛനോടൊപ്പം നടന്നാൽ കായലിന്റെ സംഗീതവും കൃഷിയുടെ ഗീതവും ഒരുമിച്ച് കേൾക്കാം. ചിറയ്ക്കു മുകളിലുള്ള ചെറുപാലത്തിലൂടെ നടന്നു. പലപ്പോഴും കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അച്ഛന് ഒരു ഗവേഷകന്റെ മുഖം. മണ്ണ് പാഴാക്കാനുള്ളതല്ല, മണ്ണിൽ ഒന്നും പാഴാക്കി കളയാനുമില്ല. എല്ലാം ഈശ്വരൻ തന്ന അനുഗ്രഹം. അത് പ്രയോജനപ്പെടുത്തുകയേ വേണ്ടൂ. കൈവരിപ്പാലം ഇറങ്ങി ജൈവപ്രപഞ്ചത്തിലേക്ക് ചെന്നു. ഇവിടം സ്വർഗമാണ് എന്ന് ആരും എപ്പോഴും പറഞ്ഞു പോകുന്ന ഒരു ഭൂമിയ. കുട്ടനാടൻ താറാവുകൾ ഓരം പറ്റി നിൽക്കുന്നു. ഒരു ചെറുപൊയ്കയിൽ ഉലാത്തുവാനുള്ള കൊതി അവർക്കുണ്ട്. ചാരയും ചെമ്പല്ലിയുമാണ് ഇനം. നാടൻ താറാവുകൾ കുട്ടനാട്ടിലെ കർഷകർ നൽകിയ പേരുകൾ. കേട്ടാൽ ഇഴജന്തുക്കളാണ് എന്നാർക്കും തോന്നിപ്പോകാം. പക്ഷെ കണ്ടാലേ അറിയൂ അവരുടെ ചൈതന്യം. നല്ല നാടൻ മുട്ടയിടുന്ന താറാവുകൾ. മുട്ടയാണെങ്കിലോ 14 ദിവസത്തോളം സാധാരണ ഊഷ്മാവിൽ സൂക്ഷിക്കാം. ചാരയ്ക്കും ചെമ്പല്ലിക്കും താറാവ് കൂട്ടത്തിൽ ഇന്ന് ഡിമാൻഡ് ഏറെയാണ്. നാടൻ മാത്രമല്ല, വിദേശ ഇനം താറാവുകളുമുണ്ട്. ബിഗോവ, മഞ്ഞച്ചുണ്ടും മഞ്ഞക്കാലുകളും ശുഭ്രശോഭയുമുള്ള സൗന്ദര്യം. വിയറ്റ്നാമിലെ എയിൽസ്ബെറി പൂവൻ താറാവും വൈറ്റ് പെക്കിൻ പിടത്താറാവും ഇണചേർന്നുണ്ടായ ഇനം. ബിഗോവ സൂപ്പർ എന്നാണ് വിപണിയിൽ അറിയപ്പെടുക. കേവലം 75 ദിവസം കൊണ്ട് 3.25 കിലോ തൂക്കം വരുന്ന ഇറച്ചിത്താറാവുകൾ. വർഷത്തിൽ കേവലം 40 മുട്ടകൾ ഇട്ടെന്നു വരാം. എങ്കിലും ബിഗോവയുടെ കീർത്തി ഇറച്ചിക്ക് വേണ്ടി തന്നെ. കണ്ണിനു ചുറ്റും മഞ്ചാടിമണികൾ അടുക്കിവെച്ച അഴകുമായി മണിത്താറാവുകൾ നിൽക്കുന്നു. ചെറു പറവക്കാർ കൂടിയാണ് മണിത്താറാവുകൾ. പുരപ്പുറത്തേക്കും മറ്റും പറന്നു കയറിയെന്ന് വരാം. ഒരു ചെറുനായയുടെ ഗുണം മണിത്താറാവുകൾക്കുണ്ട്. അപരിചിതരായവരെ പുരയിടത്തിലേക്ക് കയറ്റില്ല. ശക്തമാണ് ആ പാദ സാന്നിധ്യം. ഇഴജന്തുക്കൾക്കും വരാൻ കഴിയില്ല. അമേരിക്കക്കാർക്കുമുണ്ട് ഇളം ടർക്കി കോഴികൾ. മയിൽപേടയുടെ അഴകോടെ വിശറിത്തൂരുകൾ വിരിച്ചു നിൽക്കുന്ന ബ്രോഡ് ബ്രഷഡ് ലാർജ് വെയ്റ്റ്, കടിൻക്ഷാമ സൗന്ദര്യമുള്ള ബ്രോൺസ്, ഇവയൊക്കെയാണ് ടർക്കിയിലെ താരങ്ങൾ. ടർക്കി പട്ടാളത്തിന്റെ ഹെൽമറ്റിന്റെ ആകൃതിയിലുള്ള തല എന്നതുകൊണ്ടോ ടർക്ക് എന്ന് ശബ്ദിക്കുന്നതുകൊണ്ടോ എന്തുകൊണ്ടാണോ ടർക്കിക്ക് ഈ പേര് വന്നതെന്ന് ഇന്നും തർക്കവിഷയമാണ്. എന്തായാലും ടർക്കികൾ രാജാക്കന്മാർ തന്നെ, അതിൽ സംശയമില്ല. ടർക്കികൾക്കും നാടൻ കോഴികൾക്കുമായി പ്രത്യേക കമ്പിവല കണ്ണിക്കൂടുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൃത്തിയും വെടിപ്പും ഏറെ. ഓരോന്നിന്റെയും ആരോഗ്യവും ശാരീരിക അവസ്ഥയുമൊക്കെ റിബേറോ അച്ഛന് സ്വന്തം കൈവെള്ള പോലെ ഹൃദിസ്ഥമാണ്. ഓരോ കൃഷിയുടെയും സാധ്യതകൾ, വരും വരായികകൾ, വെല്ലുവിളികൾ ഇവയൊക്കെ മനപ്പാടവും. ഇവിടെ വരുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ്സ് ആയിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒരു 6 മാസമുള്ള ഞാൻ നെഗറ്റീവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു, അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ്സിനെ കുറിച്ച്. ഇത് പറ്റുന്നില്ല, മഴ സമയത്ത് വെള്ളപ്പൊങ്ങുന്നു, മഴയില്ലാത്തപ്പോഴത്തേക്ക് ഭയങ്കര ഉഷ്ണം, ചൂട്, വെള്ളമില്ല, ചുറ്റിനും ഉപ്പുവെള്ളം, ശ്വാസം വെള്ളം ആശ്രയിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പിന്നീട് സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. സ്ട്രെങ്തിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് കൽപ്പവൃക്ഷം ഒരു സ്ട്രെങ്ത് ആയിരുന്നു. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഇതിനകത്ത് വളർത്താൻ പറ്റുന്ന മത്സ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് സിലോപ്പിയയും കരിമീനെ നമുക്ക് പ്രത്യേക കൂട്ടിനകത്താക്കി വളർത്തുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കൺട്രോൾഡ് സിറ്റുവേഷനിൽ വളർത്താനായിട്ട് സാധിക്കും. അതിന് പ്രത്യേക തീറ്റ കൊടുക്കാനായിട്ട് സാധിക്കും. തീറ്റ കൊടുക്കുന്നതനുസരിച്ച് അതിൻ്റെ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യും. സിലോപ്പി അതുപോലെ തന്നെ കാണാനായിട്ട് സാധിച്ചത്. ജൈവപ്രപഞ്ചം കടന്നു എന്നാൽ പപ്പായത്തോട്ടമാണ്. സാധാരണ പപ്പായയും റെഡ് ഡേഡിയുമൊക്കെ അവിടെ പരിലസിച്ചു നിൽക്കുന്നു. വിദേശത്ത് ജന്മം കൊണ്ടെങ്കിലും അവയെ അഷ്ടമുടിക്കായലിന്റെ തീരത്തെത്തിക്കുവാൻ അച്ഛൻ കഷ്ടപ്പെട്ട വഴികൾ ചില്ലറയൊന്നുമല്ല. എന്തായാലും കായലോരത്തെത്തിയതോടെ അവ വിളഞ്ഞു പെരുകുന്നു. റെഡ് ലേഡി പപ്പായയും റോബസ്റ്റ പഴവുമൊക്കെ കാണാനും ആ ചൈതന്യം നുകരാനുമൊക്കെ ധാരാളം പേർ ദിനംപ്രതി ശ്രേയസിലെത്തുന്നുണ്ട്. കീടനാശിനികളോ രാസവളങ്ങളോ ഇല്ല എന്നുള്ളതാണ് റബേറോ കൃഷിയുടെ പ്രത്യേകത. എല്ലാം പൂർണ്ണമായി ജൈവരീതിയിൽ. കിട്ടുന്നത് മതി, ആർത്തി വേണ്ട. ഇതാണ് അച്ഛന്റെ പ്രമാണം. 22 ഏക്കർ വരുന്ന ശ്രേയസ് ഫാമിൽ ഇന്നിപ്പോൾ ജൈവരീതിയിലുള്ള പച്ചക്കറി കൃഷി, കൂടുകളിലുള്ള മീൻ വളർത്തൽ, ഡയറി ഫാം, പപ്പായ കൃഷി എന്നിവയെല്ലാം 1 വർഷത്തിനുള്ളിൽ തന്നെ പൂവിട്ട് കഴിഞ്ഞു. കുട്ടികൾക്ക് കൃഷിയിൽ താല്പര്യം വളർത്താനായി പ്രത്യേക സന്ദർശന പരിപാടിയും അച്ഛൻ സംഘടിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി, അതായത് ഒരു 10ാം ക്ലാസ് എത്തുന്നതിന് മുമ്പ് തന്നെ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്സും അത് കഴിഞ്ഞിട്ടുള്ളവർക്കും പ്രകൃതിയുമായിട്ട് നഷ്ടപ്പെട്ടു പോയ ബന്ധം തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇവിടെ ട്രെയിനിങ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ കുട്ടികൾ വരാറുണ്ട്. വന്ന് ഞായറാഴ്ച വൈകുന്നേരം വരെ അവർക്ക് ട്രെയിനിങ്. അപ്പോൾ ഭൂമിയുമായിട്ട് തിരിച്ച് ഉള്ളൊരു നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുക, മണ്ണിനെ സ്നേഹിക്കാനായിട്ട് പഠിക്കുക,
മണ്ണിനെ അതിൻ്റെ ജൈവ വൈവിധ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. കഴിവതും ഈ ഒന്നും ഉപയോഗിക്കാതിരിക്കുക, കെമിക്കൽസ് ഉപയോഗിക്കാതിരിക്കുക, ജൈവ വളങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ ആരോഗ്യപൂർണ്ണമായ ഒരു ഭാവി സ്വപ്നം കാണുക പിള്ളേർ കുട്ടികളിലേക്ക്. അടുത്ത തലമുറയ്ക്ക് ഇത് അന്യം നിന്ന് പോകരുത്. ഇങ്ങനെയുള്ളൊരു ഭൂമി അല്ലെങ്കിൽ നമുക്ക് ഒരു 1950 ശേഷമാണ് ഇതെല്ലാം ഈ കൃഷി ഇങ്ങനെ വേറിട്ട രീതിയിലോട്ട് മാറിപ്പോയത്. ഇനി ഒരു 2030 കഴിയുമ്പോഴത്തേക്ക് ഭൂമി നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വിഷലിപ്തമാവും. അതിൽ നിന്നും തിരിച്ച് ആളുകളെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. മണലും വെള്ളക്കെട്ടും കൃഷി ദുഷ്കരമാക്കിയ ഇവിടെ ഒരു മാതൃക സൃഷ്ടിക്കാനുള്ള അന്വേഷണത്തിനിടയിലാണ് നീരയെക്കുറിച്ച് അച്ഛൻ അറിയുന്നത്. ഇന്ന് 176 തെങ്ങുകളിൽ നിന്നായി നല്ല രീതിയിൽ നീര ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 176 തെങ്ങുകളാണ് ഉള്ളത്. അവരാദ്യം ഐഡൻറ്റിഫൈ ചെയ്തത് 80 തെങ്ങുകളായിരുന്നു. അത് ആരോഗ്യമുള്ളത്, മഞ്ഞളിപ്പില്ലാത്തത്, മറ്റ് രോഗങ്ങളൊന്നുമില്ലാത്ത നല്ല തെങ്ങുകളെ നോക്കി തിരഞ്ഞെടുത്തു. ശേഷം ആദ്യം ഈ ഉഷ്ണകാലം അല്ലെങ്കിൽ സമ്മർ ആയതുകൊണ്ട് മഴ അല്പം പോലും ഇല്ലാത്ത കാരണം വിചാരിച്ചത്ര രീതിയിൽ നമുക്ക് നീര തുടക്കത്തിൽ കിട്ടിയില്ല. പിന്നീട് കുറഞ്ഞു വരുന്നതനുസരിച്ച് അല്ലെങ്കിൽ കൂമ്പ് വിടേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ ഉള്ളത് ഒരു 30-32 തെങ്ങുകളാണ് നമുക്ക് ശരിക്കും ടാപ്പിങ് നടക്കുക. ഇതിനകത്ത് ഇപ്പോൾ ഇനിഷ്യലായിട്ട് എനിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. ഓൾറെഡി ഉണ്ടായിരുന്ന തെങ്ങുകളാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ഇനി വരുന്ന വർഷങ്ങളിൽ ഇതിന് വളമിടണം, പുതിയ തെങ്ങുകൾ വെച്ച് പിടിപ്പിക്കണം, രോഗപ്രതിരോധ കാര്യങ്ങൾ നോക്കണം. യഥാർത്ഥത്തിൽ തെങ്ങുകളിൽ ഒരു ശരിയായിട്ടുള്ള മാനേജ്മെൻറ്റാണ് ഇനി വേണ്ടിയത്. നീര ഉൽപ്പാദനം തുടങ്ങിയതോടെ നന്നായി നീര കിട്ടുന്ന 60 തെങ്ങുകളിൽ നിന്ന് മാസം 1 ലക്ഷം രൂപ വരുമാനം കിട്ടുന്നുണ്ടെന്ന് അച്ഛൻ അഭിമാനത്തോടെ പറയുന്നു. വൃത്തിയുള്ള കന്നാസുകളിൽ ശ്രേയസിൽ നിന്നും കെട്ടിയിറക്കുന്ന നീരയ്ക്ക് വിപണിയിൽ ഡിമാൻഡ് ഏറെയാണ്. ഒരു തെങ്ങിൽ നിന്ന് ശരാശരി 2 ലിറ്റർ നീര കിട്ടുന്നുണ്ട്. വയലിൽ ഒരു കറ്റ മറന്നുപോയാൽ അത് എടുക്കുവാൻ പോകരുത് എന്നാണ് പഴയ നിയമത്തിൽ പറയുന്നത്. അത് അർഹതപ്പെട്ട പാവങ്ങൾക്കുള്ളതാണ് എന്ന് സാരം. അതെ, ഭൂമിയിൽ ഒന്നും നാം കൊണ്ടുവന്നതല്ല, ഒന്നും കൊണ്ടുപോകുന്നുമില്ല. എല്ലാം കാണുക, ആസ്വദിക്കുക. അതാണ് ശ്രേയസ് നൽകുന്ന സന്ദേശം. ശ്രേയസിന് എല്ലാ ഭാവുകങ്ങളും നേരാം.